അങ്ങനെ നത്തിങ്ങിന്റെ പുതിയ ഫോണായ നത്തിങ് 3 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും വിചിത്രമായ കാര്യമെന്ന് പറയുന്നത് അതിന്റെ വിലയും അതിന്റെ സ്പെക്കുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും തോന്നില്ല എന്നുള്ള കാര്യമാണ്. ഇതിന് ആ ഒരു പ്രൈസ് ചെയ്തിരിക്കുന്ന വില എന്ന് പറയുന്നത് 12 GB 256 വേരിയന്റിന് 80,000 രൂപയും 16 GB 512 GB വേരിയന്റിന് 90,000 രൂപയാണ്. എന്നിതിനെന്താ ഇത്ര പ്രശ്നം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാകാൻ പോകുന്നത് ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് പറയുമ്പോഴാണ്. ഇതിന് വന്നിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗന്റെ 8 Gen 4 ആണ്. ഇതേ പ്രൊസസ്സർ തന്നെയാണ് 30,000 രൂപയോളം വില വരുന്ന 2 ദിവസം മുൻപ് ഇറങ്ങിയ പോക്കോ F7 വന്നിരിക്കുന്നത്. അതേ പ്രൊസസ്സർ എന്താണ് ഇത്രയും വില കൂടിയ ഫോണിൽ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും മനസ്സിലായില്ല. സാധാരണ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളൊക്കെ വരുന്നത് 8 ആണ്. ഇനി ഇതിന്റെ ഡിസൈൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു വിചിത്രമായ ഡിസൈനാണ് വന്നിരിക്കുന്നത്. ആ ഡിസൈനും കുറെ പേര് പറയുന്ന പോലെ തന്നെ എനിക്കും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. തന്നെ ഇവരൊരു ഐഡന്റിറ്റി ആയിരുന്ന ഫ്ലൈറ്റ് എടുത്ത് മാറ്റിയിട്ട് ഗ്ലിഫ് നെട്രിക്സ് എന്ന് പറഞ്ഞൊരു പുതിയ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുറെ ഫണ്ണായിട്ടും കുറെ യൂസ്ഫുൾ ആയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. ഇത് നമുക്ക് സോൺ പേപ്പർ കളിക്കാം, ബോട്ടിൽ റോള്, ടൈം, അതുപോലെ തന്നെ ക്യാമറ എന്തോ കൺട്രോൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഗ്ലിഫ് മെട്രിക്സ് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ഹാപ്റ്റിക് ബേസ് ചെയ്തിട്ടുള്ള ഒരു ബട്ടനും അവർ കൊണ്ടുവന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു റെഡ് ഇൻഡിക്കേറ്ററും വെച്ചിട്ടുണ്ട് നമ്മൾ വീഡിയോ ഒക്കെ റൺ ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിന്റെ ക്യാമറ എടുത്ത് നോക്കുമ്പോൾ ഈ തവണ ഇവന്മാർ മൊത്തം ഒരു 50 MB ഒരു കളിയാണ് കളിച്ചിരിക്കുന്നത്. ബേക്കിൽ വന്നിരിക്കുന്ന മെയിൻ ക്യാമറ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള ഒരു 50 MB ക്യാമറയാണ്. രണ്ടാമത് വന്നിരിക്കുന്നത് 3x zoom ഉള്ള 50 MB പെരിസ്കോപ്പ് ക്യാമറയാണ്. മൂന്നാമത് വന്നിരിക്കുന്നത് 50 MB ഒരു അൾട്രാ വൈഡ് ആണ്. ഇനി ഫ്രണ്ടിൽ വന്നിരിക്കുന്നതും ഒരു 50 MB ക്യാമറയാണ്. ഇതിനെല്ലാത്തിനും 4K 60 FPS സപ്പോർട്ട് ഉണ്ട്. ഇനി ഇതിന്റെ ഡിസ്പ്ലേ എടുത്ത് നോക്കുകയാണെങ്കിൽ 120 Hz അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റുള്ള 4500 നിറ്റ്സ് വരെ പോകുന്ന AMOLED ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലൊക്കെ വരുന്ന അലുമിനിയം ഫ്രെയിം, അതുപോലെ തന്നെ ബേക്കിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സ് ആണ്. ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ഗൊറില്ല ഗ്ലാസ് 7i ആണ്. സാധാരണ ഈ സെഗ്മെന്റിലുള്ള ഫോണുകളിലൊക്കെ ഫുൾ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സ് ആണ് വരുന്നത്. എന്താണ് ഈ മിഡ് റേഞ്ചിൽ വരുന്ന ഗൊറില്ല ഗ്ലാസ് 7i ഇതിൽ കൊടുത്തിരിക്കുന്നതെന്നും എനിക്ക് മനസ്സിലായില്ല. ഇനി എല്ലാവരും ചോദിക്കുന്ന പോലെ ഇതൊരു ഫ്ലോപ്പ് ഫോണാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആണെന്ന് തന്നെ പറയണം. കാരണം ഒരു 33,000 രൂപ വില വരുന്ന ഫോണിൽ ഇട്ടിരിക്കുന്ന പ്രോസസ്സർ തന്നെ ഒരു 80,000 രൂപേൻ്റെ ഫോണിൽ ഇട്ടിട്ട് അത് വിൽക്കാൻ ശ്രമിച്ചാൽ ആരെങ്കിലും മേടിക്കുക എന്നുള്ള കാര്യം ഭയങ്കര ഡൗട്ടാണ്. ഇത് തന്നെ ഒരു 40,000-നൊക്കെ വിൽക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങൾക്ക് ഈ ഫോൺ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ മേടിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക.